നമസ്കാരം. വോട്ടും കട്ടനിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നും നടക്കുന്ന കാട്ടാക്കട മണ്ഡലമാണ് വോട്ടും കട്ടനും ചർച്ച ചെയ്യുന്നത്. കാട്ടാക്കടയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ മൂന്നാം വട്ടവും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് LDF. അതേസമയം ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് UDF അതോടൊപ്പം തന്നെ NDAയും ശ്രമിക്കുന്നത്. എന്തായാലും കാട്ടാക്കടയിൽ ഇത്തവണത്തെ മത്സരം എങ്ങനെയാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് ER രാഗേഷും ആൽവിൻ തോമസുമാണ്. ആദ്യം ER രാഗേഷിലേക്കാണ്. മൂന്നാമതാണ് IB സതീഷ് മത്സരിക്കുന്നത്. വലിയ തരത്തിൽ വികസനം നടത്തിയതിൻ്റെ ചരിത്രം IB സതീഷിന് പറയാനുണ്ട്. പക്ഷേ ഇത്തവണ മത്സരം കടുപ്പമാണെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. മൂന്നാം വട്ടം IB സതീഷ് കടക്കുമോ? നമ്മളിപ്പോൾ പൊതുവെ പല മണ്ഡലങ്ങളെയും പറയാറുണ്ട് ത്രികോണ പോരാട്ടം. ഇപ്പോൾ നേമം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സത്യത്തിൽ നേമത്ത് ത്രികോണ പോരാട്ടം അല്ല, അവിടെ മത്സരം LDFും UDFും തമ്മിലാണ് നമുക്കറിയാം. പക്ഷേ കാട്ടാക്കടയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ് കാട്ടാക്കട. കാരണം കാട്ടാക്കട എന്ന് പറയുന്ന മണ്ഡലം പഴയ നേമം മണ്ഡലമാണ്. അതായത് 2001ലും 2006ലുമൊക്കെ N ശക്തൻ പ്രതിനിധീകരിച്ചിരുന്ന പഴയ മണ്ഡലത്തിലെ നേമം പഞ്ചായത്തും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴത്തെ കാട്ടാക്കട മണ്ഡലം. അതുകൊണ്ട് തന്നെയാണ് N ശക്തൻ 2011 അവിടെ പോവുകയും അവിടെ വിജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രികോണ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് പരമ്പരാഗതമായി അവിടെ കേഡർ വോട്ടുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ത്രികോണ പോരാട്ടം വരുന്നത്. ഇപ്പോൾ 91 N അശോക് കുമാർ ആണെന്ന് തോന്നുന്നു ഏതാണ്ട് 17,000 വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. അതിനുശേഷം MS കുമാർ 2001 ഏതാണ്ട് 18,000 വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ പരമ്പരാഗതമായി ഈ മണ്ഡലത്തിൽ BJPക്കും സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ത്രികോണ പോരാട്ടത്തിലേക്ക് വരുന്നത്. ഇത്തവണ സൂചിപ്പിച്ച പോലെ തന്നെ IB സതീഷിനെ സംബന്ധിച്ച് മൂന്നാമത്തെ പോരാട്ടമാണ്. ആദ്യ തവണത്തെ പോരാട്ടം അത് N ശക്തനുമായിട്ടായിരുന്നു. ആ പോരാട്ടം ഈ പറഞ്ഞതുപോലെ കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. ഏതാണ്ട് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഒരുപക്ഷെ അദ്ദേഹം നടപ്പാക്കിയ പദ്ധതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനകീയത ഇതൊക്കെ തന്നെയായിരിക്കാം കഴിഞ്ഞ തവണ വോട്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭൂരിപക്ഷം ഏതാണ്ട് 800 ചില്ലറ വോട്ടിൽ നിന്ന് മാറി 23,000 വോട്ട് എന്ന ലീഡിലേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണ അവിടെ വരുമ്പോൾ MR ബൈജു എന്ന് പറയുന്ന അവിടെ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുന്നു. അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ പ്രദേശത്ത് നന്നായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ മത്സരത്തിന് കടുപ്പമേറുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഒപ്പം BJP എന്ന് പറയുന്ന ഫാക്ടർ അവിടെയുണ്ട്. PK കൃഷ്ണദാസ് അദ്ദേഹം 2011 മുതൽ ആ മണ്ഡലത്തിൽ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശ്നം അദ്ദേഹം ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രമേൽ സജീവമാണ് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇത്തവണ വീണ്ടും അവിടെ ഒന്ന് ജനവിധി തേടുന്നു. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ BJP ഏതാണ്ട് 37,000 വോട്ടുകൾ നേടിയൊരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ മാത്രമല്ല കഴിഞ്ഞ തവണത്തിന് മുമ്പും ഏതാണ്ട് ആ വോട്ടുകളുണ്ട്. അപ്പോൾ ശക്തമായ മത്സരം, ഒരു പ്രവചനാതീതമായ മത്സരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ നേമവും കഴക്കൂട്ടാണ് നമ്മൾ ചർച്ചകളിലേക്ക് വലിയ തോതിൽ പുറമേക്ക് വരുന്നെങ്കിൽ പോലും ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു യഥാർത്ഥ മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ആൽവിനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും MR ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, അതിൻ്റെ കണക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്, ഒരു ഘട്ടത്തിൽ ചർച്ച നടക്കുമ്പോൾ തോന്നിയത്, സ്ഥാനാർത്ഥിയുടെ ചിത്രം വേണ്ട, ഈ ബൈക്ക് കണ്ടാൽ മതി, ഈ സ്പ്ലെൻഡർ ബൈക്ക് കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ നാട്ടുകാർക്ക് അറിയാമെന്ന് ഈ UDF അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നൊരു ബൈറ്റുണ്ട്. മണ്ഡലത്തിൽ അത്തരത്തിൽ ചർച്ചയും നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും IB സതീഷിനെ ഈ 10 വർഷം കൊണ്ടുണ്ടായ പിൻബലം അതിനെ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ളത് കാലകുട്ടിയുള്ള ഒരു ആലോചനയായിരിക്കണം സ്വാഭാവികമായിട്ടും. MR ബൈജു സതീഷ് പോരാട്ടം വരുമ്പോൾ MR ബൈജുവിന് ഈ പറയുന്ന ജനകീയതയ്ക്ക് അപ്പുറത്തേക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളുണ്ടോ? എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? നല്ല ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ചുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്തേക്കൊന്നും MR ബൈജു അത്ര വലിയ പ്രൊഫൈലൊന്നും അല്ല. പക്ഷേ തിരുവനന്തപുരത്തുകാർക്കറിയാം, പ്രത്യേകിച്ച് കാട്ടാക്കടയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന സ്പ്ലെൻഡർ ബൈക്കിൽ അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ മുക്കും മൂലയും ചെല്ലുന്ന ഒരാളാണ്. ആളുകളുമായി നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ അത്തരമൊരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായും ഇത്തവണ IB സതീശിനെ പോലെ ഒരാളെ എതിരിടാനായി ഇറക്കുമ്പോൾ അത് വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. കാൻഡിഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ചില സാമുദായിക ഇക്വേഷൻസ് നോക്കിയാൽ അദ്ദേഹം നാടാർ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അപ്പം നമുക്കറിയാവുന്ന പോലെ കാട്ടാക്കട മണ്ഡലത്തിൽ നാടാർ, ക്രിസ്ത്യൻ, ഹിന്ദു രണ്ട് നാടാർ വിഭാഗത്തിൽപ്പെടുന്ന വോട്ടർമാർ അധികമായുള്ള നാടാണ്. ഈ പറഞ്ഞ പോലെ നഗരഹൃദയത്തിൽ നിന്നൊക്കെ അല്പം മാറിയ മണ്ഡലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദൈനംദിന വിഷയങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർഡാണ് ആ മേഖല എന്ന് പറയുന്നത്. അപ്പം ആ ദൈനംദിന മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് ഈ MR ബൈജു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലായി അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ വിഷ്വൽസൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ ആളുകളുമായി അത്രത്തോളം ഇഴുകിച്ചേർന്ന ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കുന്നതൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
പിന്നെ ഇതിനകത്ത് പറയാൻ നമുക്ക് പറ്റുന്നത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ 2 പഞ്ചായത്തുകൾ മാത്രമാണ് UDF-നൊപ്പം ഉള്ളത്. 2 പഞ്ചായത്ത് LDF-നൊപ്പം, 2 പഞ്ചായത്ത് NDA-ക്കൊപ്പമാണുള്ളത്. അപ്പോൾ 2 പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ V. മുരളീധരനാണ് അവിടെ ലീഡ് വന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാര്യം അടൂർ പ്രകാശിനെ പോലെ ഒരാൾ പിന്നെ ലീഡ് കുറയ്ക്കുകയും ഏതാണ്ട് LDF-ൻ്റെ വിജോയും 3ാമതേക്കും പോയിരുന്നു ആ മണ്ഡലം എടുത്ത് നോക്കുമ്പോൾ. അപ്പം അതേ സംബന്ധിച്ച് അവിടെ BJP-ക്കും ഈ പറഞ്ഞതുപോലെ വലിയ ഹോൾഡ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുപ്പമുള്ള മത്സരം തന്നെയാണ്. ഗംഭീര മത്സരം തന്നെയാണ്. ഈ കമ്മ്യൂണിറ്റി കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാകുന്ന വോട്ടുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്താൽ 2 വിഭാഗം വോട്ടുകൾ കിടപ്പുണ്ട്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവർക്ക് അതിനകത്ത് നിലപാടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് ശക്തമായ നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ CSI സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ ഈ TT പ്രവീൺ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. മാത്രമല്ല CSI സഭയുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ ചില തർക്കങ്ങളൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിട്ടുള്ളതും സർക്കാരുമായിട്ടുള്ള ചില ഉരസലുകളൊക്കെ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ BJP പിടിക്കുന്ന വോട്ടുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് കുറച്ച് കൗതുകരമായി തോന്നുന്നത്. കാരണം 30,000 വോട്ടുണ്ട്. MR ബൈജു മത്സരിക്കാൻ വരുന്നത് 20,000 ഭൂരിപക്ഷം. സ്വാഭാവികമായിട്ട് ലോക്സഭയിൽ V. മുരളീധരൻ ലീഡ് ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിൽ തന്നെ BJP-യുടെ സംഘടനാ ശക്തി നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിനുശേഷം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർക്കുണ്ടാകുന്ന സംഘടനാപരമായ മികവ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ കമ്മ്യൂണിറ്റി വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സതീഷിനൊരു പ്രശ്നം സംഭവിക്കുമോ? കഴിഞ്ഞ തവണത്തെ പോലുള്ളൊരു ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ട് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആൽവിൻ പറഞ്ഞു V. മുരളീധരനാണ് ലീഡ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ LDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതാണ്ട് 8,500 വോട്ടിൻ്റെ ലീഡ് ആ മണ്ഡലത്തിൽ LDF-നുണ്ട്. അപ്പോൾ ഒരു കംഫർട്ടബിൾ മാർജിനാണ്. പക്ഷേ 2 പഞ്ചായത്ത് LDF NDA കൊണ്ടുപോയി. വോട്ടിന്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ 8,500 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. NDA കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു NDA-ക്ക് സ്വാഭാവികമായിട്ടും അവർ പരമ്പരാഗതമായി BJP അല്ലെങ്കിൽ BJP ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന കാര്യം ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് PK കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു നേതാവ്, ഇപ്പോൾ BJP നേതാക്കൾ എടുക്കുകയാണെങ്കിൽ V. മുരളീധരൻ കഴിഞ്ഞ കുറേ നാളുകളായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മണ്ഡലം കഴക്കൂട്ടാണ്. K. സുരേന്ദ്രൻ മഞ്ചേശ്വരമാണ്. അതുപോലെ PK കൃഷ്ണദാസ് കഴിഞ്ഞ കുറേ നാളുകളായി മത്സരിക്കുന്നത്. ഇപ്പോൾ 2011 മുതൽ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ BJP ഒരു പ്രതീക്ഷ വെക്കുന്ന അവരുടെ A ക്ലാസ് പട്ടികയിൽ ഉള്ള മണ്ഡലമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് വോട്ട് ചേർന്ന് നിൽക്കുന്ന വോട്ടാണ്. അപ്പോൾ അവർക്ക് അത്ര വോട്ട് അവിടെ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അതായത് 36,000 മുതൽ ഏതാണ്ട് 39,000 വരെ വോട്ട് അവിടെ BJP-ക്കുണ്ട്. അതിൽ നിന്ന് എത്ര വോട്ട് BJP-ക്ക് ഇനി വർദ്ധിപ്പിക്കാൻ കഴിയും അതിനെ ആശ്രയിച്ചാണ് മണ്ഡലത്തിലെ BJP-യുടെ ഭാവി. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിലെ പ്രചരണത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുവിൽ UDF സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. ശബരിമല വിഷയം ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള വലിയ തരത്തിലുള്ള 2 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്, സ്വർണ്ണക്കൊള്ളയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണക്കൊള്ളയുടെ ചർച്ച ഒരു ഘട്ടത്തിൽ അനുകൂലമായിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറിയിരുന്നത് UDF ആണ്. നമുക്ക് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന BJP വോട്ട് വർദ്ധിപ്പിച്ചാൽ IB സതീഷിൻ്റെ വോട്ട് കുറയുമെന്നാണോ UDF വിലയിരുത്തുന്നത്? അതും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഈ ശക്തമായ പോരാട്ടം നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ഒന്നാമത്തെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു കാര്യമുള്ളത്. രണ്ടാമത് ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി വോട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ലഭിക്കാവുന്ന ഈ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു. ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത് മറ്റേതെങ്കിലും തരത്തിൽ BJP-ക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം ആ മണ്ഡലത്തിലുണ്ടാവും. അല്ല, അതിൻ്റെ വ്യക്തതയാണ് കഴിഞ്ഞ ദിവസം PK കൃഷ്ണദാസിൻ്റെ ഒരു വിവാദ പ്രസംഗം ഉണ്ടായത്. അദ്ദേഹം ഈ വോട്ട് എവിടെയും സ്പ്ലിറ്റ് ചെയ്ത് പോകണ്ട എന്ന തരത്തിൽ അതുകൊണ്ടാണ് ഒരല്പം മതവിദ്വേഷം പറഞ്ഞു തുടങ്ങി. അതെ അതെ അതിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. LDF-ഓ UDF-ഓ വന്നാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. അതിൽ പ്രത്യേകം അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ വേർഡ് പിന്നെയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ശ്രദ്ധേയം. അപ്പം അത്തരം ചർച്ചകളിലൂടെ ഇറക്കി വിടുമ്പോൾ ആ വോട്ടുകൾ അത് കഴിവതും കൂടുതൽ സമാഹരിക്കുക എന്ന് തന്നെയാണ് BJP-യുടെ ഒരു ലക്ഷ്യം വയ്ക്കുന്ന രീതി. പക്ഷേ അത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളത് നമുക്ക് പോളിംഗ് കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും അത്തരം പരാമർശങ്ങളൊക്കെ കേരളം തള്ളിക്കളയുമെന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളും. ഇനിയും അത്തരത്തിലുള്ള പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ V. ഗോപാലകൃഷ്ണൻ്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ചർച്ച ചെയ്തു. അതും ഇതുപോലെ വലിയ തോതിൽ വിഷം ചീറ്റുന്ന തരത്തിൽ അങ്ങനെ ഒരു വിവാദ പ്രസ്താവനയൊക്കെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതുണ്ടോ? ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയാണോ BJP ഇവിടെ സ്വീകരിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലല്ല, കേരളം പോലും സംസ്ഥാനത്ത് അങ്ങനെ പട്ടിക നോക്കുകയാണെങ്കിൽ പലയിടത്തും കോൺഗ്രസിന്റെ പട്ടികയിൽ ചില അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരുവനന്തപുരത്തെ മൊത്തം പട്ടിക നോക്കുകയാണെങ്കിൽ
സേഫായ ഒരു നേരത്തെ തന്നെ മികച്ച പട്ടികയാണ് എനിക്ക് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കാട്ടക്കടയാണെങ്കിലും അതിനോട് ചേർന്ന് നടക്കുന്ന വാമനപുരം ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എൻ ശക്തനെ നെയ്യാറ്റിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങൾ പോലും ഒരു ഫൈറ്റ് കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDF അക്കാര്യത്തിൽ സ്വീകരിച്ചത്, പ്രത്യേകിച്ച് കോൺഗ്രസ് അക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നമ്മൾ ആ മണ്ഡലത്തിൽ ചർച്ചയാകുക ആ MLA എങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ ആ MLA എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് സംബന്ധിച്ചായിരിക്കും. ഈ IB സതീഷിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ പലർക്കും മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ആളാണ്. MLA എന്ന നിലയിലുള്ള IB സതീഷിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ പിടിക്കാൻ ഈ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ വികസനത്തിൽ ഊന്നിയുള്ള LDFിൻ്റെ പ്രചരണത്തിന് സാധിക്കുമെന്ന് വിലയിരുത്താൻ കഴിയും. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ തന്നെ LDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം വികസനമാണ്. ഇപ്പോൾ IB സതീഷിനെ വിളിക്കുന്ന തന്നെ വാട്ടർമാൻ ആണ്. നമ്മൾ സാധാരണ വാട്ടർമാൻ എന്നുള്ള പേര് കേട്ടിട്ടുള്ളത് രാജസ്ഥാനിലെ രാജേന്ദ്ര സിംഗിനെയാണ്. പക്ഷേ IB സതീഷിനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം ഈ കരമനയാറിൻ്റെയും ഒപ്പം തന്നെ നെയ്യാറിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്നൊരു കാട്ടാക്കട പോലുള്ള സ്ഥലത്ത് കുടിവെള്ളക്ഷാമം അത് പരിഹരിക്കാൻ അദ്ദേഹം സ്വീകരിച്ച ഇടപെടലുകൾ, ആ പദ്ധതികൾ അത് വലിയ തോതിൽ സംസ്ഥാന തലത്തിൽ തന്നെ കൈയടി കിട്ടിയിട്ടുള്ളത്. പല MLA മാരും അവരവരുടെ മണ്ഡലങ്ങളിൽ അത്തരം പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അതുപോലെ തൊഴിലുറപ്പാക്കുന്ന പല പദ്ധതികളും അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കി. അങ്ങനെ MLA നിലയിൽ പല പദ്ധതികളും നടപ്പാക്കാൻ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, പ്രത്യേകിച്ച് ഇതൊരു ഗ്രാമീണ മണ്ഡലം കൂടിയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറി ഒരു പഞ്ചായത്തുകൾ മാത്രമുള്ള ഒരു ഗ്രാമീണ മണ്ഡലമാണ് കാട്ടാക്കട. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പല പ്രൊജക്റ്റുകളും നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തീർച്ചയായും കഴിഞ്ഞ 2 ടേമിൽ നടപ്പാക്കിയ വികസനം അത് തന്നെയായിരിക്കും തീർച്ചയായും LDF പ്രത്യേകിച്ച് IB സതീഷ് പ്രചാരണം ആയുധമാക്കുന്നു. ആ LDFിന്റെ അത്തരം പ്രചാരണത്തെ ചെറുക്കുക എന്നതാണ് UDF MR ബൈജുവിലൂടെ. അല്ലാതെ ഇപ്പോൾ UDFിന് ഇപ്പോൾ അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് വേറെ രീതി കൊണ്ടുവരാൻ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരാളെ ജില്ലാ പഞ്ചായത്ത് അംഗം നിലയ്ക്ക് അപ്പുറത്തേക്ക് അവിടെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ജില്ലാ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് LDFിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ LDF പഞ്ചായത്തുകൾ സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ ഈ നഷ്ടം വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. അതേസമയം ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനിൽ നഷ്ടപ്പെടുന്നു, ജില്ലാ പഞ്ചായത്തുകളിൽ LDF നേടുന്നു. അപ്പോൾ അപ്രവചനീയമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഈ തദ്ദേശ വോട്ടിംഗ് അനുസരിച്ചല്ല നിയമസഭയിൽ വോട്ട് എടുക്കുന്നതും നമുക്ക് മനസ്സിലാവുന്ന സാധനമാണ്. ഇപ്പോൾ 2 ജനകീയരായിട്ടുള്ള ആളുകൾ ഏറ്റുമുട്ടുമ്പോൾ ഈ പറയുന്ന പ്രഥമ പരിഗണനയിലുണ്ടാവുന്ന വിഷയം അത് സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനമാകാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും IB സതീഷ് കടന്നുകൂടില്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഈ ഞാൻ പറഞ്ഞത് IB സതീശന് എത്രത്തോളം പ്രൊഫൈൽ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മണ്ഡലത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ആ ഘട്ടത്തിൽ ഈ കോൺഗ്രസിന് എതിരിടാൻ പറ്റിയ ഏറ്റവും നല്ല കാൻഡിഡേറ്റിൽ ഒരാൾ MR ബൈജു ആണ് എന്നുള്ള തിരിച്ചറിവ് നേരത്തെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ഇപ്പം രാഷ്ട്രീയ പട്ടികയിൽ തന്നെ നേരത്തെ ഇടം പിടിച്ച ഒരാളാണ് MR ബൈജു. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ എന്നുള്ളതും അദ്ദേഹത്തിനോട് കൃത്യമായി മെസ്സേജ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ ഈ എല്ലാ ദിവസവുമുള്ള പ്രവർത്തനം പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ജനകീയ മുഖമുള്ള ആളാണ്. അപ്പം ആ മുഖമുള്ള ഒരാൾ ഇങ്ങനെ ഒരു MLA നേരിടാൻ ഇറങ്ങുമ്പോൾ ഉറപ്പായും മികച്ച ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും. ഇനി അതിൽ ഒറ്റ കാര്യം കൂടെ ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ പറയാൻ വന്നപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് IB സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു എലീറ്റ് ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുള്ളൊരു ഒരു ലേബൽ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയാണ്. 10 വർഷമായി ഭരിക്കുന്നു, 10 വർഷമായില്ലേ എന്നുള്ളൊരു പൊതു ടോക്ക്. അതായത് ഇപ്പം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മൾ തന്നെ നടത്തിയിട്ടുള്ള സർവേകളിലൊക്കെ, അഭിപ്രായ സർവേകളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സർക്കാർ വിരുദ്ധതയില്ലെങ്കിലും ഒരു 10 വർഷമായില്ലേ എന്നുള്ളൊരു ടോക്കിൻ്റെ സ്വാഭാവികമായ അനുസ്മരണങ്ങൾ ഈ മണ്ഡലത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സർക്കാർ വിരുദ്ധത ഉണ്ടോ ഇല്ലെന്നുള്ള ജനം തീരുമാനമാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് സർക്കാർ വിരുദ്ധത ഉണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ ടോക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന 10 വർഷമായി മാറട്ടെ എന്നുള്ള ആ ആഗ്രഹം പ്രകടിപ്പിക്കപ്പെടുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ നായർ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ട് സ്വാഭാവികമായി അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നടക്കുമ്പോൾ സ്പ്ലിറ്റായി പോകുന്നത് തിരിച്ചടിയാവില്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മൊത്തം അങ്ങനെയാണെങ്കിൽ തിരിച്ചടിയാവണം. കാരണം അവിടെ സിറ്റിംഗ് MLA മാർക്ക് മുഴുവൻ CPM സീറ്റ് നൽകുകയാണ്. കാരണം സിറ്റിംഗ് MLA മാരുടെ പെർഫോമൻസിലാണ് അവിടെ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോൾ 2011 ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോഴും അവിടെ 7 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം ജില്ലയാണ് പൊതുവെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവാറുള്ളത് പലപ്പോഴും. അതിലിപ്പോൾ LDFിൻ്റെ പെർഫോമൻസ് 14 എന്നൊരു 7 വരെയാണെങ്കിൽ അല്ലെങ്കിൽ 7 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ UDF സർക്കാർ വരും. പക്ഷേ LDF ഇപ്പോഴും കണക്കുകൾ പ്രതീക്ഷ വെക്കുന്നത് മിനിമം 9 അല്ലെങ്കിൽ 10 എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം.
മാത്രമല്ല സർക്കാർ ജീവനക്കാരൊക്കെ ഉള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ അവരുടെ വികാരം എന്തെന്ന് പ്രതിഫലിക്കും തിരുവനന്തപുരം ജില്ല എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും. എന്തായാലും സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലായി മാറട്ടെ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ തന്നെയാണ് ക്യാമ്പയിനുകൾ പോകുന്നത്. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം 2 ജനകീയരായിട്ടുള്ള ജനപ്രതിനിധികൾ ആയിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നു. രണ്ടുപേരും ആ മണ്ഡലത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി.കെ. കൃഷ്ണദാസും അവിടെ മത്സര രംഗത്തുണ്ട്. എന്തായാലും നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്ന് വരുന്ന ഏറ്റവും വലിയ ത്രികോണ പോരാട്ടങ്ങളിൽ ഒരു പോരാട്ടം നടക്കുന്ന കാട്ടാക്കട മണ്ഡലം. അവിടെ ആര് വാഴുമെന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ വിധിയെഴുത്ത് വരും. അതിനുശേഷം 1 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഫലവും ഉണ്ടാകും. അപ്പോൾ വീണ്ടും വിശകലനങ്ങളുമായി കാണാം. വോട്ടും കെട്ടൻ്റെയും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.